എല്ലാവർക്കും ഷാമാസ് കോർണറിലേക്ക് സ്വാഗതം. ഞാൻ ഷാമ. ഞാൻ ബാംഗ്ലൂരിലാണ് താമസം. ഞാനൊരു ഹോം മേക്കറാണ്. എൻ്റെ ചാനലിൽ ഹോം റിലേറ്റഡ്, ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനൽ ഗ്രോയിങ് സ്റ്റേജിലാണ്, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങളെ വരെ എത്തുന്നുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് ആൻഡ് കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് കമൻറ്റ് ഓൺ ദ വീഡിയോസ്. അപ്പോൾ എനിക്കൊരു മോട്ടിവേഷനും ഒരു ഇൻസ്പിറേഷനുമാണ്. റൈറ്റ് നൗ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ ബാൽക്കണി, മാസ്റ്റർ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടൊരു ബാൽക്കണി ഉണ്ട്. അത് വൃത്തിയാക്കി അതൊന്ന് അടിച്ചുവാരി എടുത്തു. ഡെയിലി ഇവിടെ അടിച്ചു വാരേണ്ടി വരും, കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റും അത്രയും പൊടിയാണ് ആ ബാൽക്കണിയിൽ നിന്നറിയാം. ഞാൻ ഇപ്പോൾ ഈവനിങ് പോയി അടിച്ചു വാരിയാലും ഇതന്നെ അവസ്ഥ, അത്രയും പൊടി ഉണ്ടാവും. അപ്പോൾ അടിച്ചു വാരിയേ പറ്റൂ ഡെയിലി. പിന്നെ വെള്ളം ഒഴിച്ച് കഴുകുക പറഞ്ഞാൽ നമ്മുടെ ബാൽക്കണിയിൽ അത് പോസിബിൾ അല്ല, കാരണം നമ്മുടെ സൊസൈറ്റിയിൽ അത് അത്ര അലൗഡ് അല്ല. എപ്പോഴെങ്കിലും വൺസ് ചെയ്യുക എന്നല്ലാതെ ഡെയിലി വെള്ളം ഒഴിച്ച് കഴുകുന്ന പരിപാടി സൊസൈറ്റിയിൽ അലൗഡ് അല്ല. അത് ഓരോ സൊസൈറ്റിയിൽ ഓരോ നിയമങ്ങൾ. അപ്പോൾ ഈ സൊസൈറ്റിയിൽ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഡെയിലി അടിച്ചു വാരും. ഓൾട്ടർനേറ്റ് ഡേയ്സോ 2 ദിവസം കൂടുമ്പോൾ ഒന്ന് തുടച്ചിടും. ഇതാണ് പതിവ്. പിന്നെ പ്ലാന്റ്സിനൊക്കെ നന്നായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കുളിപ്പിച്ചെടുക്കുമല്ലോ, ആ ദിവസമാണ് ഫുൾ ബാൽക്കണി നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകുക. കാരണം എന്തായാലും വെള്ളമാവുമല്ലോ, അല്ലാതെ നോർമൽ വാട്ടറിങ് സമയത്ത് കഴുകാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ബാൽക്കണിയുടെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പം ഞാൻ ബെഡ്റൂമിൽ നമ്മുടെ നോർമൽ മോർണിംഗ് റൂട്ടീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉറങ്ങി നീട്ട് ഓരോരുത്തരുടെ പരിപാടിക്ക് പോയി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പരിപാടിക്ക് ചെയ്യുക. രാവിലെ എണീക്കുമ്പോൾ തന്നെ ബെഡ് വൃത്തിയാക്കി എണീക്കണം എന്നൊക്കെ എനിക്ക് അറിയാം, പക്ഷേ അത് പോസിബിൾ അല്ല. കാരണം എൻ്റെ മകൾ സ്കൂളിൽ പോണതാണ്. അപ്പോൾ അവരൊക്കെ ഉറങ്ങുന്ന സമയമാവും. ഞാനാണ് ഏറ്റവും ആദ്യം നീക്കുക. അപ്പം ഞാനെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയ ശേഷം സമാധാനമായിട്ടാണ് ബെഡ്റൂമിലേക്ക് വരാറ്. പിന്നെ ആദ്യം ലിവിങ് റൂം ഒന്ന് വൃത്തിയാക്കി ഇടും കേട്ടോ. അപ്പോൾ രാവിലെ നീട്ടുടനെ ചായയുടെ പരിപാടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആദ്യം ഒന്ന് ലിവിങ് റൂമൊന്ന് ഒതുക്കി വെച്ചിട്ട് വരും. കാരണം അതങ്ങനെ ആരും കേട് വരുത്താറില്ല. എല്ലാവരും ബെഡ്റൂമിലും അങ്ങനെയൊക്കെ ആയിട്ടാണല്ലോ രാവിലെ നേരത്തെ ഉണ്ടാവുക. ലിവിങ് റൂം അങ്ങനെ കേട് വരാറില്ല. പിന്നെ അങ്ങോട്ട് കുഷൻസ് അങ്ങനെ എന്തെങ്കിലും കിടക്കണമെങ്കിൽ ഒന്ന് വൃത്തിയാക്കിയിടും. ആരെങ്കിലും വരികയാണെങ്കിൽ ലിവിങ് റൂം വരെ അല്ലേ വരുള്ളൂ എന്നൊരു തിങ്കിങ്ങിൽ. ആരും വരാറൊന്നുമില്ല, എന്നാലും നമ്മളൊരു വൃത്തിയാക്കിയിട്ടും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എല്ലാവരും പോയ ശേഷം ഞാൻ ബെഡ്റൂമിലേക്ക് കിടക്കാറ്. ബെഡ്റൂമിലെ എല്ലാ ബ്ലാങ്കറ്റ്സും മടക്കി വെച്ച് ബെഡ്ഷീറ്റും ഒന്ന് കുടഞ്ഞ് പിന്നെ ഒന്ന് അടിച്ചു വാരി എടുക്കും. പിന്നെ ഒരു റൂം ചെയ്യുമ്പോൾ ഞാൻ പൊതുവെ എന്താ ചെയ്യാറ് വെച്ചാൽ, ആ റൂമിൻ്റെ എല്ലാ പരിപാടിയും ചെയ്തിട്ട് ആ റൂമിൽ ഇറങ്ങാം. ബാൽക്കണി ഉണ്ടെങ്കിൽ ബാൽക്കണി, ഈവൻ ബെഡ് സൈഡ് ടേബിൾ, സ്റ്റഡി ടേബിൾ, അതൊക്കെ വൃത്തിയാക്കിയിട്ടാണ് ഞാൻ ആ റൂമിൽ ഇറങ്ങുള്ളൂ. പിന്നെ ആ റൂമിലേക്ക് വരരുത്, അതാണ് ഉദ്ദേശം. അപ്പോൾ അങ്ങനെ ബെഡ്റൂം വൃത്തിയാക്കട്ടെ. ബെഡ്റൂമിൻ്റെ പണി കഴിഞ്ഞപ്പോൾ ഞാൻ ലിവിങ് റൂമിലേക്ക് വന്നു. ലിവിങ് റൂം വൃത്തിയാക്കിയിരുന്നു, പക്ഷേ എനിക്ക് ലിവിങ് റൂമിൻ്റെ എന്താ സംഭവിച്ചാൽ, എനിക്ക് സോഫ ഒന്ന് വൃത്തിയാക്കണമായിരുന്നു, ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണമായിരുന്നു. ഇത് ഞാൻ നോർമലി 10-15 ഡേയ്സ് കൂടുമ്പോൾ ചെയ്യുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസം ലിവിങ് റൂം ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം എനിക്ക് എന്തായാലും ലിവിങ് റൂമിലേക്ക് വരണം. അല്ലെങ്കിൽ ലിവിങ് റൂമിൽ വലിയ പണി ഇല്ലെങ്കിൽ ഞാനൊന്ന് ഒതുക്കി വെക്കും ലിവിങ് റൂം, എന്നിട്ട് അടിച്ചുവാരി ഇടും മാത്രം. അവസാനം അടിച്ചുവാരി ഇടാം കേട്ടോ, എല്ലാ റൂമും ചെയ്യുമ്പോഴാണ് ചെയ്യുക. ഇന്ന് പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല, കാരണം ഇന്ന് എനിക്ക് ഡീപ്പ് ക്ലീനിങ് ചെയ്യണമായിരുന്നു എല്ലാ സോഫയുടെയും. അല്ലെങ്കിൽ സോഫയുടെ ഇങ്ങനെ നടുക്ക് കണ്ടിട്ടില്ലേ, അവിടെയൊക്കെ ഇങ്ങനെ ഡസ്റ്റും പിന്നെ എല്ലാവരും അവിടെ ഇരുന്ന് കഴിക്കലോ അങ്ങനെ പരിപാടി ആകുമ്പോൾ ഒന്ന് വൃത്തിയാക്കി ഇടേണ്ട നിർബന്ധമായി മാറും. അപ്പോൾ അങ്ങനെ ആ പരിപാടി ചെയ്യാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ലാസ്റ്റ് വീഡിയോയിൽ ഇത് ചെയ്യുമ്പോൾ ഒരു സാധനം ഓർമ്മ വന്നു. ലാസ്റ്റ് വീഡിയോയിൽ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഹാങ്കർചീഫ് കെട്ടിയിട്ട് ക്ലീനിങ് വീഡിയോ എടുത്ത് ഒന്ന് അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. എന്നാൽ പോസിറ്റീവ് വേ ആണ് കേട്ടോ പറഞ്ഞത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ഹാങ്കർചീഫ് കെട്ടിയിട്ട് പണിയെടുക്കാൻ പറ്റില്ല. എനിക്ക് വല്ലാത്ത സഫക്കേഷനാണ്. എന്തെങ്കിലും മുഖത്ത് കെട്ടി, ഈവൻ മാസ്ക് ഇടുമ്പോൾ കൊറോണ ടൈമിലൊക്കെ എനിക്ക് എന്തുമാത്രം സഫക്കേഷൻ അറിയോ, എനിക്ക് എന്തോ എന്നിങ്ങനെ ശ്വാസം മുട്ടിച്ച് കൊല്ലണ പോലെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊതുവേ ക്ലീനിങ് വീഡിയോസ് ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും. പക്ഷേ ഹാങ്കർചീഫ് കെട്ടിൽ കുറച്ചൊന്ന് ഒഴിവാക്കാം, കാരണം എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടാണ് ആ സംഭവം. അപ്പോൾ അങ്ങനെ അത് നിർത്തി. അത് കഴിഞ്ഞ് ലിവിങ് റൂമൊക്കെ ഒന്ന് കഴിഞ്ഞ്, കാരണം ഒരുപാട് പണി ഉണ്ടായിരുന്നില്ല. എനിക്ക് ജസ്റ്റ് സോഫ ഒന്ന് വൃത്തിയാക്കാണ്ടായിരുന്നു. പിന്നെ സെൻറ്റർ ടേബിളിൽ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് അടിച്ചു വാരി എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ബെഡ്റൂമിലേക്ക് വന്നിരിക്കുകയാണ്, സ്മോൾ ബെഡ്റൂമിൽ. ഇപ്പോൾ ഇവിടെ കുറേ തുണികൾ കിടക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. ആൻഡ് ദിവാലി ഡെക്കോറിന് വേണ്ടി കുറേ സാധനങ്ങൾ ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കണം. അപ്പോൾ ആ പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ
എല്ലാം മടക്കിയ ശേഷം അതാത് സ്ഥാനത്ത് വെക്കാൻ കേട്ടോ. ഈ ബെഡ്റൂമിൽ വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഈ ബെഡ്റൂമിൻ്റെ കബേർഡിൽ വെക്കാണ്. മറ്റേ ബെഡ്റൂമിൽ വെക്കാനുള്ളതൊക്കെ ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ മോസ്റ്റ്ലി എൻ്റെ കബേർഡാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചുരിദാറും എല്ലാം ഇതിൽ തന്നെ വെച്ച് കയ്യോടെ വൃത്തിയാക്കി വെക്കുകയാണ്. അല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ അതങ്ങനെ കിടക്കും. ഞാൻ ചിലപ്പോൾ ചില സമയത്ത് ഭയങ്കര ലേസി ആയിട്ട് അതങ്ങനെ മടക്കിയൊക്കെ വെക്കും, പക്ഷെ എടുത്ത് വെക്കില്ല. അപ്പോൾ 2-3 ദിവസം കിടക്കും. അതിന് മീതെ ഉണങ്ങിയ തുണികൾ വന്നിങ്ങനെ വീഴും. എന്നിട്ട് നമ്മൾ എടുത്ത് വയ്ക്കില്ല. പിന്നെ ഞാൻ തന്നെ ചെയ്യണം. അതുകൊണ്ട് ഇന്ന് കയ്യോടെ ഞാൻ ആ പരിപാടി ചെയ്തു വെച്ചിട്ടോ, അല്ലെങ്കിൽ ഇനി അത് ഡിലേ ആവുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാം ഒന്ന് കുടഞ്ഞ് വൃത്തിയാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഡസ്റ്റിങ് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ട് പിന്നെ ഇവിടെ ഒന്ന് അടിച്ചു വാരി ഇടണം. ആ ദിവസം അത്രേ ചെയ്തുള്ളൂ കേട്ടോ. എല്ലാം ഒന്ന് കുടഞ്ഞ് എല്ലാം നമ്മുടെ മോർണിംഗ് റൂട്ടീൻ അത്രയും ഞാൻ ആ ദിവസം ചെയ്തിടും. പിന്നെ ഞാൻ അടുത്ത ദിവസമാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്തത്. ഇത് ഞാൻ ആക്ച്വലി ദിവാലി ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിവാലി ക്ലീനിങ് അല്ല, മന്ത്ലി ഞാൻ ഇങ്ങനെ തന്നെ ക്ലീൻ ചെയ്യാറ്. എല്ലാ സാധനങ്ങളും ഇറക്കി ഒന്ന് നന്നായിട്ട് പൊടി തട്ടിയെടുക്കും. ഈ സോഫയുടെ മീതെല്ലാം വാളുണ്ടല്ലോ, അതിൽ ഞാൻ കുറേ ബ്രാസ് ഐറ്റംസും വാൾ ഫ്രെയിംസും ഒക്കെ അങ്ങനെ ഡെക്കോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എല്ലാം എടുത്തിട്ട് എല്ലാം ഒന്ന് കഴുകി വെക്കണം വൃത്തിയിൽ. ആൻഡ് ഇവിടെ ഡെക്കോർ നമ്മൾ ചേഞ്ച് വരുത്താൻ പോവുകയാണ്. കാരണം ദിവാലിയാണ്. അപ്പോൾ കുറച്ചിങ്ങനെ പോപ്പപ്പ് കളേഴ്സും കുറച്ച് ഫെസ്റ്റീവ് വൈബ്സും വരണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചേഞ്ച്, പിന്നെ എല്ലാവർക്കും ഒരു ചേഞ്ച് വരും. ഇപ്പോൾ ഈ ഒരേ ലുക്കിൽ വീട് കാണുമ്പോൾ കുറച്ച് ബോറാണല്ലോ. എനിക്ക് പ്രത്യേകിച്ചിട്ടോ, എനിക്കൊരു മാസത്തിൽ ഒരു വട്ടം 2 വട്ടമൊക്കെ ഞാൻ ചിലപ്പോൾ ചേഞ്ച് ചെയ്യും. ഇങ്ങനെ തന്നെ ഒരു സാധനം കണ്ടുകൊണ്ടിരുന്നാൽ എനിക്ക് ബോറടിക്കാൻ തുടങ്ങും. അപ്പോൾ ഡെക്കോറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഡെക്കോർ ചേഞ്ച് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഓൾറെഡി ഉണ്ടായിരുന്നത് നന്നായി വൃത്തിയാക്കി ഉണക്കിയ ശേഷമാണ് ഞാൻ എടുത്ത് വെക്കാറ്. കാരണം അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ ഡയറക്റ്റ്ലി അങ്ങനെ വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഈ ബ്രാസ് ഐറ്റംസ് ഇപ്പോൾ അവിടെ വെച്ച മുതൽ ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് തുടയ്ക്കുക അങ്ങനെ ചെയ്തിട്ടില്ല, ഇങ്ങനെ വൃത്തിയാക്കി കഴുകിയിട്ടില്ല. അപ്പോൾ പീതാമ്പരി വെച്ചിട്ടാണ് കഴുകിയത്. നല്ല വൃത്തിയായി കിട്ടിയിട്ടോ. എന്നിട്ടിപ്പോൾ നല്ല വെയിലുണ്ട്. അപ്പോൾ പുറത്ത് ഊഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഒരു അരമണിക്കൂറിൽ തന്നെ ഉണങ്ങി കിട്ടും. അപ്പോൾ ഈ ഏരിയ ഒക്കെ ഒന്ന് വൃത്തിയാക്കിയ ശേഷം അത് ഞാൻ ഇവിടെ അങ്ങനെ ഉണക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണങ്ങി കഴിഞ്ഞാൽ അത് ഞാൻ എടുത്ത് വെക്കും. എന്നിട്ട് വേറെ ഡെക്കോർ വെക്കും. അപ്പോൾ ആ ഡെക്കോർ എടുക്കുമ്പോൾ ഇത് വെക്കും. അങ്ങനെ അപ്പോൾ ഒരു ചേഞ്ചും വരും. ഒരുപാട് നമുക്ക് മേടിക്കും വേണ്ട. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആണ്. ഇതിപ്പോൾ ഒരു 3 ഡേയ്സിൻ്റെ ക്ലിപ്പാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ വീണ്ടും നമ്മുടെ നോർമൽ ക്ലീനിങ്ങും അവിടെ അപ്പയ്ക്കും 2 ദിവസത്തെ തുണികൾ ആയി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. തുണികൾ ഉണക്കാടാൻ എനിക്ക് വലിയ പ്രശ്നമില്ല. തുണികൾ ഉണങ്ങിയ തുണികൾ എടുത്തിടില്ലേ, അത് മടക്കി വെച്ചിട്ട് എടുത്ത് വെക്കാൻ ഭയങ്കര മടിയാണ് എനിക്ക്. അതിൻ്റെയാണ് ഈ പരിപാടി. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ വീഡിയോൻ്റെ മുന്നിൽ കിടക്കണ മുമ്പ് ഞാൻ പറയട്ടെ, ഈ ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സും ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ല. അങ്ങനെ തുടങ്ങിയതാണ്. ഇപ്പം നിങ്ങളുടെ ലവ് ആൻഡ് സപ്പോർട്ട് കാണുമ്പോൾ ഒരുപാട് താങ്ക്സ് പറയണമെന്നുണ്ട്. ഐ എം സോ ഹാപ്പി ദാറ്റ് യു ആർ ലൈക്കിംഗ് ദ വീഡിയോസ്. ഈവൻ മെസ്സേജസ് ഇടുന്നുണ്ട്, എന്തൊക്കെയാണ് നിങ്ങളുടെ സജഷൻസ് ഇടുന്നത്. ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. താങ്ക് യു ഫോർ ദ ലവ്. അത് പറഞ്ഞില്ലെങ്കിൽ നമ്മളത് പറയാതെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അത് അഡ്രസ്സ് ചെയ്തത്. അപ്പോൾ അത് ഒരു ഭാഗത്ത്. ഇനി നമ്മുടെ തുണികളൊക്കെ നന്നായി മടക്കി വെക്കണം. ആൻഡ് പുറത്ത് എടുത്ത സൂട്ട് കേസൊക്കെ നമുക്കൊന്ന് തിരിച്ചെടുത്ത് വെക്കണം. തുണികൾ മടക്കി വെച്ച കൈയോടെ ഞാൻ എടുത്ത് വെക്കണമുണ്ടെന്ന് ഇന്ന് തന്നെ, അല്ലെങ്കിൽ ഇത് വീണ്ടും അവിടെ കിടക്കും. ഇതിൻ്റെ ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്തിട്ട് സൂട്ട് കേസൊക്കെ ഒന്ന് അതാത് സ്ഥാനത്ത് വെക്കണം. ഈ സോഫ കം ബെഡില്ലേ, ഇതിൽ എൻ്റെ ഈശ്വര ഇതിലില്ലാത്ത സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാം വന്ന് ഇതിലാണ് ഡംച്. കാരണം ഈ ഏരിയ അങ്ങനെ കോപ്ചയിലാണ്, ആരുടെ കണ്ണും അങ്ങനെ പെടില്ല. അങ്ങനെ ലൈക്ക് ഹിഡൻ പ്ലേസാണ്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഇതിൻ്റെ മീതിയാണ്. ഇത് താങ്ങണ സാധനങ്ങളുടെ കണക്കില്ല. അപ്പോൾ ഇന്ന് അതൊന്ന് ഒതുക്കി വയ്ക്കാൻ വിചാരിക്കും. ഞാൻ ഒരാഴ്ചയിൽ 2-3 വട്ടം ഇതൊന്ന് ഒതുക്കി വയ്ക്കും. എന്നിട്ടും അടുത്ത പ്രാവശ്യം ഇത് അങ്ങനെയാവും. ഞാൻ തന്നെയാണ് ചെയ്യണതും, പക്ഷേ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ട് വീട്ടിൽ. അങ്ങനെ ഇതൊന്നും ഒതുക്കിട്ടോ. എന്നിട്ട് സൂട്ട് കേസ് അതാത് സ്ഥാനത്ത് എടുത്ത് വെക്കുകയാണ് ഞാൻ സൂട്ട് കേസ് ഇവിടെയാണ് വെക്കാറ്, എല്ലാ സൂട്ട് കേസസും. അപ്പോൾ അങ്ങനെ ഈ ഏരിയ നമ്മുടെ ക്ലിയർ ആയി. ആൻഡ് നമ്മൾ എടുത്ത് വെക്കാനുള്ള തുണികളൊക്കെ ബെഡിലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ തന്നെ കൈയോടെ എടുത്ത് വയ്ക്കുന്നതായിരിക്കും. ആൻഡ് ഈ റൂമൊന്ന് അടിച്ചു വാരി എടുക്കുകയാണ്. ഈ റൂമിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് തുണികൾ തിരുമ്പാടാണ്ടായിരുന്നു. കാരണം നല്ല വെയിലുണ്ട് ഇപ്പോൾ. അപ്പം ഞാൻ കയ്യോടെ തുണികളും തിരുമ്പാടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഐ ഹോപ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. താങ്ക് യു ഫോർ വാച്ചിങ്.